നമസ്കാരം. ഞാൻ ഡോക്ടർ സേറ ഈസോ, കൺസൾട്ടൻറ്റ് ഹീമറ്റോളജിസ്റ്റ് അറ്റ് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. മൾട്ടിപ്പിൾ മയലോമ എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപൂർവമായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ഇതെങ്കിലും കേരളത്തിൽ ഈ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ആനുപാതികമായിട്ട് കൂടി വരികയാണ്. മജ്ജികയെ ബാധിക്കുന്ന ഒരുതരം ക്യാൻസറാണ് മൾട്ടിപ്പിൾ മയലോമ. ഈ രോഗത്തിന് 3 ഘടകങ്ങളാണുള്ളത്. മജ്ജയിലെ അഥവാ ബോൺ മാരോയിലെ പ്ലാസ്മ സെൽസ് എന്ന കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ് മൾട്ടിപ്പിൾ മയലോമയ്ക്ക് കാരണമാകുന്നത്. ഈ പ്ലാസ്മ സെൽസ് കൂടുന്നതനുസരിച്ച് മജ്ജയിലെ മറ്റ് കോശങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഈ രോഗം ബാധിച്ചവരിൽ അനീമിയ അഥവാ വിളർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മൾട്ടിപ്പിൾ മയലോമയുടെ പ്ലാസ്മ സെൽസ് എന്ന കോശങ്ങൾ ഒരുതരം അബ്നോർമൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ആ പ്രോട്ടീനിൻ്റെ അളവ് ബ്ലഡിൽ കൂടുമ്പോൾ അത് ബ്ലഡ് ടെസ്റ്റിൽ കണ്ടുവരുന്നുണ്ട്. അതാണ് ഈ മൾട്ടിപ്പിൾ മയലോമയുടെ രണ്ടാമത്തെ ഘടകം. ഈ രോഗം ബോൺ മാരോയെ ബാധിക്കുന്നത് കൊണ്ട് എല്ലുകൾക്കുള്ളിൽ സുഷിരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലുകൾക്ക് വീക്ക്നെസ് അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ 3 ഘടകങ്ങൾ, മജ്ജയിലെ പ്ലാസ്മ സെൽസ് കൂടുന്നത് കൊണ്ട് വിളർച്ചയുണ്ടാകുക, എല്ലുകൾക്ക് സുഷിരങ്ങൾ അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുക, രക്തത്തിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുക, ഈ 3 ഘടകങ്ങൾ ആണ് മൾട്ടിപ്പിൾ മയലോമയ്ക്ക് സാധാരണ കണ്ടുവരുന്നത്. ഈ പ്രോട്ടീൻ അബ്നോർമലായിട്ട് കുമിഞ്ഞു കൂടുന്നത് കൊണ്ട് ചിലപ്പോൾ കിഡ്നിക്ക് വീക്കം വന്നേക്കാം, കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ചുരുക്കം ചില ആളുകളിൽ മൾട്ടിപ്പിൾ മയലോമ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഡയാലിസിസ് ആവശ്യമായി വന്നേക്കാം. ചികിത്സിച്ചാൽ പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ മയലോമ. പക്ഷേ യഥാർത്ഥ ചികിത്സ യഥാസമയം ചെയ്തെങ്കിൽ മാത്രമേ ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയുകയുള്ളൂ. രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പലതാവാം. അകാരണമായ വിളർച്ച അല്ലെങ്കിൽ അനീമിയ, രക്തസ്രാവം, അമിതമായ രക്തസ്രാവമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ വിളർച്ച കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ ഒരു ബോൺ മാരോ അല്ലെങ്കിൽ മജ്ജ പരിശോധന കൊണ്ട് മൾട്ടിപ്പിൾ മയലോമയോ അതുപോലെയുള്ള അസുഖങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കൂടാതെ വിട്ടുമാറാത്ത നടുവേദന, മറ്റ് എല്ലുകൾക്കുള്ള വേദന തുടങ്ങിയവ ഉള്ളവർക്ക് എല്ലുകൾക്ക് ബലക്ഷയമുണ്ടോ, അത് മയലോമ കൊണ്ടാണോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇടയ്ക്കിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള അബ്നോർമൽ പ്രോട്ടീൻസ് ബ്ലഡിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. യഥാസമയം ചികിത്സിച്ചാൽ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും.